ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ്? പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു. ഉയർന്ന നിലവാരത്തോടുകൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും. JCI NABL അക്രിഡേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ്. അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും. ആസ്റ്റർ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള TP റോഡിൽ പരിശോധനകളിൽ ഇളവുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 86066562. പുതിയ ബില്ല് പാസ്സായി എന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുനമ്പം പ്രശ്നത്തെയും വഖഫ് ബില്ലിനെയും കൂട്ടിക്കെട്ടാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്ന് സതീശൻ ആരോപിച്ചു. വഖഫ് ബില്ല് എങ്ങനെയാണ് മുനമ്പം ജനതയെ സഹായിക്കുക എന്ന് വ്യക്തമാക്കണം. ബില്ല് പാസ്സായി എന്ന് കരുതി മുനമ്പം വിഷയം പരിഹരിക്കാൻ കഴിയില്ല. ഇതിന് മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കാനാവുക. മുനമ്പത്തേത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കാനുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ കുടപിടിക്കാൻ പാടില്ലെന്നും പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും VD സതീശൻ പറഞ്ഞു. വഖഫ് ബില്ല് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിട്ടുണ്ടെന്നും സംഘപരിവാർ അജണ്ടയെ കോൺഗ്രസ് ശക്തമായി എതിർക്കുമെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. UDF നിലപാട് ക്രൈസ്തവ സഭയെ അടക്കം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ് നിലപാട്. പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് സർക്കാർ സംവിധാനത്തിലൂടെ പരിഹരിക്കണമെന്ന് ഉത്തരം. എന്നാൽ സംഘപരിവാറിൻ്റേതുപോലെയുള്ള ദുഷിച്ച ചിന്ത കേരളത്തിലെ CPM നേതാക്കൾക്കിടയിൽ ഉണ്ടെന്നും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മുനമ്പത്ത് നടക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.